എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഏറെ കേട്ടിട്ടുള്ള ഒരു അത്ഭുതമാണ് ഈശോ കാനായിൽ പ്രവർത്തിച്ച വെള്ളം വീഞ്ഞാക്കിക്കൊണ്ടുള്ള അത്ഭുതം. നമുക്ക് എല്ലാവർക്കും ഏറെ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഒരു അത്ഭുതം കൂടിയാണിത്. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈശോ അത്ഭുതം പ്രവർത്തിക്കുമെന്നുള്ള വലിയൊരു പ്രത്യാശയാണ് നമുക്ക് ഈ ഒരു അനുഭവം വായിക്കുമ്പോഴായിട്ട് കിട്ടുന്നത്. പരിശുദ്ധ അമ്മയാണ് അവിടെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ഈശോയോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഈശോയും ശിഷ്യന്മാരും ആ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. പരിശുദ്ധ അമ്മ അവിടെ ക്ഷണിക്കപ്പെട്ടതായിട്ടൊന്നും അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ആ ഭവനത്തിൽ കടന്നു ചെന്നത്? തീർച്ചയായും നമ്മളൊക്കെ മാന്യതയുടെ ഒരു മുഖമുദ്രയായിട്ട് കാണുന്നത് ക്ഷണിക്കപ്പെടുന്നിടത്ത് മാത്രം കടന്നു ചെല്ലുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ ഏറ്റവും വലിയ മാന്യയായ വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഏറ്റവും മാതൃകയായിട്ട് ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ്. അങ്ങനെയുള്ള പരിശുദ്ധ അമ്മ എങ്ങനെയാണ് പിന്നെ ഈ ഒരു ക്ഷണിക്കപ്പെടാത്ത ഇടത്ത് കാണുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പലരും വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മ അവിടെയുള്ള ഒരു കുറവ് കണ്ടറിഞ്ഞുകൊണ്ട് അവിടെ കടന്നു ചെന്ന് ആ കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ഈശോയോട് ആവശ്യപ്പെടുകയായിരുന്നു എന്ന്. എന്നാൽ നമുക്കറിയാം, ഒരു കലവറയിൽ ഇരിക്കുന്ന പാത്രത്തിലെ വീഞ്ഞ് തീർന്നു എന്നറിയണമെങ്കിൽ ആ കലവറയിൽ ചെന്ന് നോക്കിയാൽ മാത്രമേ അറിയുകയുള്ളൂ. തീർച്ചയായും പരിശുദ്ധ അമ്മ ആ വീട്ടിലെ ഓരോ മുക്കിലും മൂലയിലും ഓരോ കോണിലും കടന്നു ചെന്നാൻ പാകത്തിന് അത്രമേൽ സ്വാതന്ത്ര്യവും അവകാശവുമുള്ളൊരു സ്ത്രീയായിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാനായിട്ട്. ആ ഒരു വിവാഹവേളയിൽ പരിശുദ്ധ അമ്മയെ അവിടെ ക്ഷണിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്ഷണിക്കപ്പെട്ടു വന്ന പലരേക്കാളും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ കുടുംബത്തിന്. ആ ഒരു കുടുംബത്തിലെ ഏതൊരു കാര്യത്തിൽ ഇടപെടാനും, ഏതൊരു കാര്യത്തിലെ നിർദ്ദേശങ്ങൾ നൽകാനും, ഏതൊരു കാര്യത്തിനും അഭിപ്രായം പറയാനും തക്കവണ്ണമുള്ള വലിയ സ്വാതന്ത്ര്യവും വലിയൊരു ഇടപെടാനുള്ള വലിയൊരു അവസരം പരിശുദ്ധ അമ്മയ്ക്ക് ആ കുടുംബാംഗങ്ങൾ അവിടെ നൽകിയിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് അവിടെയുള്ള ഓരോ കുറവുകളും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചത്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലും വലിയ വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണ്. ഈശോ വലിയ അത്ഭുതം പ്രവർത്തിച്ച് നമ്മുടെ ജീവിതത്തെ കരകയറ്റുമെന്നും പരിശുദ്ധ അമ്മ അതിനുവേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്നും നമ്മളൊക്കെ വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഒരു വിവാഹ വിരുന്ന് നടന്ന ഭവനത്തിലെ ആളുകൾ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തതുപോലെ വലിയൊരു സ്വാതന്ത്ര്യവും ഏതൊരു കാര്യത്തിലും തീരുമാനമെടുക്കാനും നിർദ്ദേശം കൊടുക്കാനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് എന്ത് സ്ഥാനമാണ് കൊടുത്തിട്ടുള്ളതെന്നൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ അതെല്ലാം മുൻകൂട്ടി കണ്ടറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ പരിശുദ്ധ അമ്മ ആദ്യമേ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഇടം കിട്ടിയിട്ടുണ്ടാവണം. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ആ ഒരു ഇടം കൊടുത്തിട്ടുണ്ടാവണം. പലപ്പോഴും സംഭവിക്കാറുള്ളത്, നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അതിനു മുൻപേ തന്നെ ആ ഒരു കാനായിലെ കല്യാണ വീട്ടിലെ വ്യക്തികൾ കൊടുത്തതുപോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഇല്ലാത്ത സമയത്ത് തന്നെ പരിശുദ്ധ അമ്മയെ നമ്മുടെ കുടുംബത്തോടും നമ്മളോടും ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഏതൊരു വ്യക്തിയാണോ പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അവിടെ പരിശുദ്ധ അമ്മ കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് തൻ്റെ മകനെ വിളിച്ചു വരുത്തുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയ അത്ഭുതങ്ങളും വലിയ സമൃദ്ധിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അംഗീകരിച്ച് വാഴിക്കാനായിട്ട് പരിശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.